അപകടകരമായ ഓയിലും രാസവസ്തുക്കളും 450 ടൺ ഇന്ധനവുമായി കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലുയർത്തുന്ന ഭീഷണി ചെറുതൊന്നുമല്ല. മത്സ്യബന്ധന മേഖലയെ തന്നെ ഇത് ആശങ്കയിലാക്കിയിരിക്കുകയാണ്. എറണാകുളം, ആലപ്പുഴ, കൊല്ലം തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിലുള്ള പ്രത്യാഘാതങ്ങൾ ഭയക്കുന്നുണ്ട്. ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് സംസ്ഥാനത്തെ പ്രമുഖ സീ ഫുഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ജൂൺ ആദ്യവാരം മുതൽ ട്രോളിംഗ് നിരോധനമാണ്. പ്രജനന സീസണിലെ എണ്ണ, രാസവസ്തു ചോർച്ച മത്സ്യസമ്പത്തിനെ ദീർഘകാലത്തേക്ക് ഗുരുതരമായി തന്നെ ബാധിക്കും. പരമ്പരാഗത മത്സ്യമേഖലയുടെ നടുവൊടിക്കുമിത്. മത്സ്യോപഭോഗം കുറയാനും ഇത് ഇടയാക്കും. ആകെ 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നതിൽ 13 എണ്ണത്തിലാണ് ഹാനികരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നത്. ഇവ കടലിൽ പരന്നിട്ടുണ്ടാകുമോ എന്ന ആശങ്ക മുൻനിർത്തി മെയ് 28 വരെ മീൻപിടുത്തത്തിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ 12 നോട്ടിക്കൽ മൈലിനപ്പുറം പുറംകടലിൽ പോകാറില്ല. എന്നിരുന്നാൽ തന്നെയും എണ്ണയോ രാസവസ്തുക്കളോ ചോർന്നാൽ 3 ജില്ലകളിലെ തീരപ്രദേശം ദീർഘകാലത്തേക്ക് അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. മൺസൂൺ കാലമായതിനാലും കടൽക്ഷോഭം ഉള്ളതിനാലും ചോർച്ച കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമാവില്ല. 643 കണ്ടെയ്നറുകളിൽ 500-ലും എന്തൊക്കെയുണ്ടെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഓരോ കപ്പലിലെയും കാർഗോ മാനിഫെസ്റ്റ് എന്ന രേഖയിൽ ചരക്കു സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉണ്ടാകും. വിഴിഞ്ഞം തുറമുഖത്തും ഷിപ്പിംഗ് ഏജന്റും ഇത് സൂക്ഷിക്കണം. കപ്പലുടമകളായ MSCയുടെ തന്നെ ഭാഗമാണ് ഈ ഷിപ്പിംഗ് ഏജന്റും. കൊച്ചിയിൽ ഓഫീസുമുണ്ട്. ചരക്കിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താത്തത് അനാവശ്യമായ സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. കപ്പലിലെ എണ്ണയോ മറ്റോ ചോർന്നാൽ മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. മറ്റു സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ഗുരുതരമായ അവസ്ഥയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിൽ തന്നെയാണ്. അടിയന്തര അന്വേഷണം നടത്തി വസ്തുതകൾ സർക്കാർ പുറത്തുവിടണമെന്നും മത്സ്യസമ്പത്തിനെ ബാധിച്ചാൽ നഷ്ടപരിഹാരം നൽകണമെന്നും മത്സ്യത്തൊഴിലാളി ഐക്യവേദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണയും രാസവസ്തുക്കളും തീരത്തുൾപ്പെടെ പരക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യുദ്ധകാല നടപടി സ്വീകരിക്കണമെന്ന് പരിസ്ഥിതി രാസവസ്തു വിദഗ്ധർ ആവശ്യപ്പെടുന്നുമുണ്ട്. സമുദ്ര ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നതും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിന് ഭീഷണിയുമാണ് ഈ എണ്ണച്ചോർച്ച. ആഘാതം കുറയ്ക്കാൻ സമുദ്രവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, സർവകലാശാലകൾ, CMF, RI, NIO എന്നിവയിലെ ശാസ്ത്രജ്ഞന്മാർ, പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുൾപ്പെട്ട കമ്മിറ്റി രൂപീകരിക്കണം. എണ്ണ പടരുന്നത് തടയാൻ ബൂമുകൾ ഉപയോഗിക്കണം. ജല ഉപരിതലത്തിലെ എണ്ണ നീക്കാൻ സ്കീമറുകൾ ഉപയോഗിക്കാം. വെള്ളത്തിലും കരയിലും എണ്ണ ആഗിരണം ചെയ്യുന്നതിന് സോർബന്റുകൾ ഉപയോഗിക്കാം. കരയിൽ എണ്ണ അടിയുന്നതും പടരുന്നതും തടയാൻ മണൽ തിട്ടകൾ സൃഷ്ടിക്കുക. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ എണ്ണ കത്തിക്കാമെന്നത് മറ്റൊരു വഴിയാണ്. എണ്ണപ്പാളികളെ വിഘടിപ്പിക്കാൻ രാസവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് വ്യാപകമായ എണ്ണച്ചോർച്ചയിൽ നിന്ന് രക്ഷ നേടാനുള്ള പോംവഴികൾ. കൊല്ലം തീരത്തെത്തിയ കണ്ടെയ്നറുകളിൽ ഗ്രീൻ ടീയും ന്യൂസ് പ്രിന്റ് റോളും തുണിയുമടക്കമുള്ള വസ്തുക്കളാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ച രാവിലെ ശക്തികുളങ്ങര സെയിന്റ് ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിന് പിന്നിലെ തീരത്തടിഞ്ഞ ചുവപ്പ് നിറമുള്ള കണ്ടെയ്നറിൽ തേയില പാക്കറ്റുകളായിരുന്നു. മറ്റൊന്നിൽ തുണിത്തരങ്ങളും. 10 കണ്ടെയ്നറുകൾ തൊട്ടടുത്തടിഞ്ഞിട്ടുണ്ട്. തകർന്ന നിലയിലുള്ള കണ്ടെയ്നറുകളിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വളവിൽത്തോപ്പ് പള്ളിക്ക് സമീപത്തെ ബീച്ചിലെത്തിയ കണ്ടെയ്നറുകൾക്കുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ ഉൽപ്പന്നങ്ങളായിരുന്നു. ഇവ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുമില്ല. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ്, അയിരൂർ, വർക്കല, ഇടവ പ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഉപ്പുകല്ലുകൾ പോലുള്ള വസ്തുക്കൾ തീരത്ത് വെള്ള നിറത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ ജാഗ്രത തുടരുകയാണ്.